സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഓൺലൈനിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയർ ടൈം കാണുന്ന ചാനൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും, ആദ്യമായി കാണുന്നവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഈ ദിവസം നമ്മളെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണെന്നാണ് തിരുവചനം പറയുന്നത്. ആ പ്രകാരം തന്നെ അത് സംഭവിക്കുക ചെയ്യും. ആദിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം അവരെ ഉണ്ടാക്കി അവരെ അനുഗ്രഹിക്കുകയായിരുന്നു. സകലതിനെയും അടക്കി വാഴുവാൻ വേണ്ടി, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടുന്നേ അനുഗ്രഹമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ക്രിസ്തുവിനെ അറിഞ്ഞ് നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിനെ അറിയുവാൻ കഴിഞ്ഞ നമ്മുടെ ഭാഗ്യമാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ് നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരുമാണ്. അതിന് യാതൊരുവിധ സംശയവുമില്ല. പിന്നെ നമ്മുടെ ജീവിതയാത്രയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ തന്നെത്താൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എനിക്കെന്താണ് ഈ കഷ്ടകാലം? ഞാൻ എന്താ ഇങ്ങനെയായി പോയത്? ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? ദൈവം എന്നെ വെറുത്തോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് പിശാച് കൊണ്ടുവരുന്നതാണ്, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ്. ദൈവത്തിൻ്റെ വാക്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നീ തീയിലൂടെ കടന്നു പോയാലും പെരുവെള്ളത്തിനകത്തൂടെ പോയാലും നിന്നെ തീ വെന്ത് കളയുകയോ പെരുവെള്ളം മുക്കിക്കളയുകയോ ചെയ്യാൻ ഞാൻ നിന്നെ സംരക്ഷിക്കും യാക്കോബേ എന്ന് യെശയ്യാവിൽ പറയുന്നത് പോലെ കർത്താവ് നമ്മളെ അങ്ങനെ തന്നെയാണ് പരിപാലിക്കുന്നത്. മരണകരമായതൊന്നും നിനക്ക് ഹാനികരമാക്കാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, അല്ലേ? ദൈവത്തിൽ നിന്ന് വന്ന ഒക്കെയും മറ്റുള്ളവരെയും അനുഗ്രഹിക്കും. നമുക്കൊരു വാക്ക് നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകത്തിനകത്തേക്ക് വരാൻ പറയുന്ന 65-ാം അധ്യായത്തിൻ്റെ 16-ാമത് വാക്ക്: മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോവുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുകൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ട് നാം അനുഗ്രഹിക്കണം. ശപിക്കപ്പെട്ടവനാണോ? അല്ല. ശപിക്കപ്പെട്ടവനാണെങ്കിൽ എന്നെ ചെയ്താലും ശാപമാണെന്ന് പറയും. നമ്മൾ പറയല്ല, അവൻ ഗതി കെട്ടവൻ, അവൻ എന്നെ ചെയ്താലും ഗതികേടാന്ന് നമ്മൾ പറയും, അല്ലേ? ചിലർ തമാശ പറയുന്നത്, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പരാജയമാണ് എന്നൊക്കെ ചിലർ പറയും. ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത് ഇന്നത്തെ പിള്ളേർ തമാശ പറയുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും നമ്മുടെ പാഴ്വാക്കുകൊണ്ട് പോലും നമ്മൾ പറയരുത്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ എന്നെ ചെയ്താലും അനുഗ്രഹിക്കപ്പെടും. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിങ്ങൾ വിജയിക്കുമെന്നാണ്. അങ്ങനെ പറ. അല്ല, ഞാൻ പണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ എല്ലാവരും പറയും, ഞാൻ ഇവനെ കൊണ്ട്, അപ്പം അത് ഞാൻ ഇപ്പം ഇതിനങ്ങ് പറയുന്നുള്ളൂ, എങ്കിലും ഞാനത് ഉപയോഗിക്കാറില്ല. ഞാൻ ഇവനെ കൊണ്ട് അങ്ങ് തോറ്റു, അല്ല ഞാൻ ഇവളെ കൊണ്ട് തോറ്റു, അല്ല ഞാനങ്ങ് തോറ്റു എന്നെപ്പോഴും എല്ലാവരും പറയുന്നൊരു പദമുണ്ട്. അതിന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു പദമുണ്ട്. ഞാനിപ്പോൾ അത് പറഞ്ഞെനിക്ക് പറയാൻ തന്നെ എനിക്കൊരു മടിയായിരുന്നു. മുമ്പേ പറഞ്ഞ പദം ഞാൻ പറയുന്നൊരു പദമുണ്ട്: എന്നെ കൊണ്ട് ഞാനങ്ങ് ജയിച്ചു, ഇവനെ കൊണ്ട് ഞാനങ്ങ് ജയിച്ചു, ഈ സഹോദരിയെ കൊണ്ട് ഞാനങ്ങ് ജയിച്ചു. ഒരിക്കലും ഞാൻ ആ പദത്തെ നേരെ തിരിച്ച്, അത് തമാശ എല്ലാവരും പറയുന്ന വാക്കാണ്, പക്ഷെ ആ വാക്കിനെ പോലും ക്രിസ്തുവിലായതിനു ശേഷം ഞാൻ പരിജ്ഞാനത്തോടെ തിരിച്ചേ പറയത്തുള്ളൂ. തമാശ പറഞ്ഞാൽ പോലും അതിനകത്തൊരു പരാജയ വാക്ക് പറയരുത്. തമാശയാണെങ്കിൽ പോലും ഒരു ഫണ്ണിന് പോലും നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവർ, നിങ്ങൾ അനുഗ്രഹവുമാണ്. ഞാനും നിങ്ങളൊരു അനുഗ്രഹം. അപ്പം നമ്മുടെ വാക്കുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള, ജയോത്സവമായിട്ടുള്ള, അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ നാവായി നാം ഉപയോഗിക്കണം. അത് നമ്മുടെ ശീലമായാൽ നമ്മുടെ സമസ്ത മേഖലകളിലും ഉണ്ടാവും. ഞാൻ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ തീർത്ത് ഒരിക്കലും പറയുന്നത് നിനക്ക് കഴിവില്ല, നീ രക്ഷപ്പെടത്തില്ല, അങ്ങനൊന്നും പറയരുത്. കാരണം അവരെ കൊണ്ട് അവരിൽ ദൈവം സാധ്യതകൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കല്ലേ കാണാൻ കഴിയാത്ത. ദൈവത്തിന് അവരിൽ സാധ്യതകളുണ്ട്. സ്തോത്രം. പിന്നെ നമ്മൾ നോക്കുമ്പം മുക്കോനായിരിക്കുന്ന പത്രോസിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ ദൈവത്തിന് ആ പരിമിതികളുണ്ടോ? ദൈവത്തിന് ആ പരിമിതികളില്ല. ദൈവത്തിന് അവരെ അനുഗ്രഹമാക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കുവാനാണ്. അപ്പം നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നമ്മളൊരു അനുഗ്രഹമല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എങ്ങനെ ആയിരിക്കണം? നമ്മൾ അനുഗ്രഹിക്കണം. നമ്മളെ തന്നെ നാം അനുഗ്രഹിക്കണം. ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവെന്ന് പറയുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ തന്നെ ഒന്ന് അനുഗ്രഹിക്കണ്ടേ? അനുഗ്രഹിക്കണം. കർത്താവേ, ഇന്നെൻ്റെ ആലോചനകളെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഇന്ന് ഞാൻ എൻ്റെ ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു, ഇന്ന് എൻ്റെ ആഹാരത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ ഇടപെടലുകളെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, എൻ്റെ ബുദ്ധിയിലെടുക്കുന്ന തീരുമാനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. സകലത്തെ നിങ്ങളൊന്ന് അനുഗ്രഹിക്കും. എൻ്റെ ശരീരത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ അവയവങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. രാവിലെ ഷുഗറാണ്, കൊളസ്ട്രോളാണ്, അല്ലെങ്കിൽ കോച്ചലാണ്, വാദമാണ്, സ്വന്തം പ്രഷർ വേരിയേഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേ ഒന്ന് അനുഗ്രഹിച്ചേ. കർത്താവിൻ്റെ പ്രഷർ നോർമലായിരിക്കാൻ ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ ഷുഗർ നോർമലായിരിക്കാൻ ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ ശാരീരികക്ഷമത ആരോഗ്യമുള്ളതായിരിക്കാൻ ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ ഹെയറിൻ്റെ കർത്താവെ സ്വന്തം ഹെയർ ഫോൾസ് മാറുവാൻ ഞാൻ അനുഗ്രഹിക്കുന്നു. സമസ്ത മേഖലയിലും എൻ്റെ മുഖത്തെ, എൻ്റെ ശരീരത്തെ, അവയൊക്കെ നിങ്ങളങ്ങ് അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് എവിടെ അനുഗ്രഹിക്കപ്പെടണം, അത് നിങ്ങളങ്ങ് അനുഗ്രഹിക്കുക. അല്ലാതെ കഴിഞ്ഞ ദിവസം ആരാണ്ട് പറയുന്നുണ്ട്,
മലയാളികൾ ഒരിക്കലും മലയാളിക്ക് വേണ്ടത് പറയത്തില്ല, വേണ്ടാത്തതേ മലയാളി പറയത്തുള്ളൂ എന്നൊരു ഒരാളൊരു യൂട്യൂബിലൊരു ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ആ സന്തോഷോറികൾ എങ്ങനെയാണ് അവനത് വേണമെന്ന് ആഗ്രഹം, പക്ഷെ അവനത് പോലെ എനിക്ക് വേണ്ട, അത് താല്പര്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് അങ്ങനെ എങ്ങനെയാന്ന് പറയും. അത് മറ്റുള്ളവർ അത് അനുഭവിക്കുന്ന കാണുമ്പോഴത്തേന് ഇവരങ്ങ് ഇറിറ്റേറ്റഡ് പോകും. പുള്ളി ഒരു ഇത് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തു പോയി. ശരിയാണ്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, നമുക്ക് വേണ്ടത് നമ്മൾ പറയത്തില്ല, അതിന് പകരം നമ്മൾ വേണ്ടാത്തതേ കിടന്ന് തത്തിക്കളിക്കും. ഇത് നിങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് പറയണം. നിങ്ങൾക്ക് സമ്പത്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ സമ്പത്ത് വേണമെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾക്കൊരു നല്ല വാഹനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് പറയണം. നിങ്ങൾക്ക് വേണ്ടുന്നതാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ജ്ഞാനം വേണമെങ്കിൽ ജ്ഞാനം വേണമെന്ന് പറയണം. സ്വത്രം. അല്ലാതെ ഈ സ്വത്രം വേണ്ടാത്തതല്ല പറയണ്ടേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹത്തിന് തടസ്സം നമ്മൾ തന്നെയാണ് പലപ്പോഴും. നമ്മൾ തന്നെ പറയും. ഇപ്പം നമ്മൾ പട്ടിണിയാണെങ്കിൽ ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ ഞാനും പറയായിരുന്നു, അയ്യോ ഞാൻ കഴിച്ചിട്ടാവുന്നൊന്നും വേണ്ട, അയ്യോ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല, എല്ലാം വേണം. പക്ഷെ നമ്മുടെ ഉള്ളിൽ വിശക്കുന്നുണ്ട്, കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ NB ഫിലിപ്പിന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ അമ്മമ്മ പറയുമായിരുന്നു, അമ്മമ്മക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ചെന്നപ്പോൾ അവർ ചോദിക്കുകയാണ്, എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവർ ഇത് ഹിന്ദിക്കാരുടെ ഇടയിൽ അങ്ങ് വടക്കേണ്ടിയിൽ ഒരു വേല ചെയ്യുമ്പോൾ കുഞ്ഞു ഗ്രാമങ്ങളിലാണ്. പക്ഷെ അവർക്കും പട്ടിണിയാണ് ഇവർക്കും പട്ടിണിയാണ്. അപ്പോൾ അവിടെ ചെന്ന് വല്ലതും കഴിക്കാമെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഴിക്കുമ്പോൾ തന്നെ ദേവദാസനും പറയുമ്പോൾ വേണ്ട ഞങ്ങൾ കഴിച്ചിട്ടാണ് വരുന്നത്, അവിടെ വേണ്ട നമുക്ക് പ്രാർത്ഥിച്ച് പോകാമെന്ന് പറഞ്ഞാൽ പോകും. അപ്പോൾ ഭയങ്കര വിഷമ മനസ്സിൽ തോന്നുന്നു പറഞ്ഞു. നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു അവസ്ഥയാണത്. പക്ഷെ എന്താണെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് എന്താണ് വേണ്ടത് നമ്മളത് പറഞ്ഞിരിക്കണം. ദൈവം നമുക്കത് തരുവാൻ സന്നദ്ധനാണ്. നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് കേട്ടോ. അതിന് നമുക്ക് അയ്യോ അത് അങ്ങനെ ചിന്തിച്ചാൽ ദോഷമാണല്ലോ, ദൈവം എന്ത് വിചാരിക്കും, എനിക്കങ്ങനെ ചിന്തിക്കാം. ഈ കണ്ട സൂര്യനെയും ചന്ദ്രനെയും വാനഗോളങ്ങളെയും ഈ പ്രപഞ്ച സൃഷ്ടിയെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ നീ ഒരു ചെറിയൊരു ഇത്തിരി പോകുന്ന ഒരു നിന്റെ ഒരു വജ്രം ഇരുന്നു, അല്ലെ രത്നം ഇരുന്നു, അല്ലെ ഒരു സ്വർണ്ണത്തരി ഇരുന്നു, അതിന്റെ പേരിലാണോ ദൈവം വിഷയം ഉണ്ടാക്കാൻ പോകുന്നത്? അത് ആഗ്രഹിച്ചതിന് വേണം. നീ ഒരു സ്കൂട്ടറിൽ നിന്ന് കാറാൻ നടക്കണമെന്ന് ആഗ്രഹിച്ചു, ദൈവം നിന്നോട് കോപിക്കുവോ? ചുമ്മാ മനുഷ്യൻ പരിജ്ഞാനക്കുറവ് കൊണ്ട് അത് പ്രസംഗിച്ചും മറ്റുള്ളവരെ ഈ കഴുതകളാക്കി തീർക്കുന്ന നിലയിൽ അതിനെ വർണ്ണിച്ചതാണ്. സ്വന്തം ദൈവം ഒരിക്കലും അങ്ങനെയല്ല. ദൈവം നിന്റെ ആവശ്യങ്ങൾക്ക് ഒത്തവണ്ണം പൂർണ്ണ തൃപ്തിയോടെ സകലത്തിൽ നീ പൂർണ്ണ തൃപ്തിയുള്ളവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് 4 ഇഡലി അല്ലെങ്കിൽ 10 ഇത് കഴിക്കാൻ ശേഷിയുള്ള സമയത്ത് നിന്നോട് പറയാം വേണ്ട 1 കഴിക്കാവുള്ളൂ, അങ്ങനെ നിനക്ക് റേഷൻ തന്നെ നിർത്തുന്ന ഒരു ദൈവമാണ്? അല്ല. ഏതായാലും അപ്പന്മാർ മക്കളോട് അങ്ങനെ, മക്കൾ വളരുന്ന പ്രായത്തിൽ എത്ര കഴിച്ചാലും മേടിച്ച് കൊടുക്കുകയല്ലേ ചെയ്യുന്നേ, അല്ലേ? ഇപ്പം എൻ്റെ സാങ്കുട്ടം കഴിക്കുന്നതും ജോഷുമോൻ കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ജോഷുമോൻ കഴിക്കുമ്പോൾ വേണ്ട സാങ്കുട്ടം കഴിക്കുന്നതല്ല, നീ ഒരെണ്ണം കഴിച്ചാൽ മതി എനിക്ക് പറയും. ഞാൻ പറയുമോ? ഒരിക്കലും ഇല്ല. അവൻ വളർന്ന പ്രായമാണ്, അവൻ കഴിക്കാൻ നമുക്ക് അവന് എപ്പോൾ ചോദിച്ചാലും മേടിച്ചു കൊടുക്കും, അല്ലേ? എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെ നമ്മുടെ പിതാവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലാതെ എനിക്ക് മറ്റവർക്ക് ശേഷിയില്ല, അവർക്ക് സ്കൂട്ടർ കിടക്കാനുള്ളൂ, ഞാനപ്പോൾ കാർ ചോദിച്ചാൽ മോശമല്ല, ഒരു മോശവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വരുമാനം വർധന വേണം, നിങ്ങളുടെ സമ്പത്ത് വേണം, നിങ്ങൾ അനുഗ്രഹിക്കണം, എങ്കിലേ മറ്റുള്ളവരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ കൃത്രിമമായും വ്യാജമായും പൈസ ഉണ്ടാക്കുന്നവൻ ആർക്കും ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ദൈവം കൊടുത്തു, ദാനമായി കൊടുത്തു, കൈകൾ നിറയപ്പെട്ട ഒരുത്തൻ ഒരിക്കലും ലുബ്ധിയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കും. നിങ്ങളുടെ പണം ദൈവാനുഗ്രഹത്താൽ വന്നാണ് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കും. നിങ്ങളുടെ വ്യാജമാണ് നിങ്ങളുടെ സമ്പാദ്യമെങ്കിൽ, പിശാചാണ് അതിന്റെ പുയമേൽ പൊരുന്നേരിക്കുന്നെങ്കിൽ നിങ്ങൾ ആർക്കും കൈവിട്ടൊന്നും ചെയ്യത്തില്ല, ഉറപ്പാണ്. ദൈവമക്കൾ എത്രയോ പേരുണ്ട് കൈ ഇറത്താ ഉപ്പ് തേക്കാത്തവരില്ലേ? ദൈവമക്കളെന്ന പേര് അങ്ങനെ ദൈവമക്കളെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവർ ദൈവമക്കളല്ല, അവർ വിശ്വാസികൾ, ഏതോ ഒരു വിശ്വാസികൾ. ദൈവത്തിന്റെ മക്കൾ എങ്ങനെയാ? നമ്മുടെ കൈ രണ്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളൊരു മനോഭാവമുള്ളവരാ, അല്ലേ? അതാണ്. അപ്പം നമ്മൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരുമാണ്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരുമാണ്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരുമാണ്. ഇപ്പൊ ഇവിടെ തിരുവചനത്തിൽ പറയുന്നത് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. തന്നെത്താൻ അനുഗ്രഹിക്കുന്നവനെ എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവല്ലേ, ഞാൻ എന്നെ അനുഗ്രഹിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ അനുഗ്രഹിക്കുകയില്ലേ? നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുക. അപ്പോൾ നിങ്ങൾ എന്നും നിങ്ങളുടെ ആരോഗ്യത്തെ ഒന്ന് അനുഗ്രഹിച്ച്, നിങ്ങളുടെ ഷുഗർ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അത് കുറയാൻ, നിങ്ങളുടെ പ്രഷറിന് വേണ്ടി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, വീട്ടിൽ ഓരോരുത്തരെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, സാമ്പത്തിക അവസ്ഥകൾക്ക് മാറ്റം വരാനൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ആഹാരത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നിശ്ചയമായിട്ടും പ്രാർത്ഥിച്ചോണം. എവിടെ ഹോട്ടലിൽ ഇരുന്ന് കഴിച്ചാലും നിങ്ങൾ എവിടെ ഇരുന്നാലും, ഞാനൊരു സ്വത്രം പറയാൻ ഞാൻ കഴിക്കത്തില്ല. എന്നൊക്കെ ഇതാണെന്ന് പറഞ്ഞാലും, ആരൊക്കെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, കൂടെയുള്ളവർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ഞാനൊരു സ്വത്രം അതിന് പറയും. കാരണം എനിക്ക് ലഭിച്ച ആഹാരമാണ് കർത്താവെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴിയുന്നത്. എവിടെയായിരുന്നു കടുങ്കാപ്പി ആണെങ്കിൽ പോലും നമ്മൾ അനുഗ്രഹിച്ചു. നമ്മളത് ചെയ്യണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്നവൻ. അപ്പം നാം അനുഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമാണ്. ഞാൻ ആ ആഹാരത്തെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ അത് എൻ്റെ ശരീരത്തിന് അനുഗ്രഹമല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിക്കേ.
അത് ദൈവാനുഗ്രഹമായി തീരും. സ്വതം ചിലരെന്നോട് പറഞ്ഞു ക്ഷീണിച്ചിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു. ഞാനെല്ലാം പരിമിതിപ്പെടുത്തിയാണ്. എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രം മതി. വലിച്ചു വാരി കയറ്റുന്നൊന്നും ഞാൻ ശീലിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ശീലിച്ചതാണ്. സ്വത്രം അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, ഞാൻ ആരോഗ്യവാനാണ്. എനിക്ക് പ്രസന്റ്ലി യാതൊരുവിധ കുഴപ്പമില്ല. ദൈവം അത്ഭുതകരമായി നമ്മളെ പരിപാലിക്കുകയാണ്. നമ്മുടെ ജീവിത ശൈലിയും എല്ലാം നാം ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ അതനുസരിച്ച് ക്രമപ്പെടുത്തണം. നമ്മൾ ചിലരെ കണ്ടിട്ടില്ല, നമുക്ക് പേടിയാണ്, ബലൂണിന് മുട്ടുസൂചിയായിട്ട് നിൽക്കുന്ന പോലെ എങ്ങാനും കൊത്തിപ്പോയി പൊട്ടിത്തെറിക്കുക എന്നുള്ള രീതിയിലോ വീർത്ത് മുഖവും വീർത്ത് കവളും വീർത്ത് ഇവിടവും വീർത്ത് ശരീരവും വീർത്ത് വല്ലാത്ത രീതിയിലിരിക്കുക. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ക്രമീകരിക്കണം. ദൈവത്തിന്റെ ആലയമാണ് നിങ്ങൾ. നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം കേട്ടോ. അമിതമായി കഴിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ അസുഖമാണ്, അതിന് വേണ്ടുന്ന മെഡിറ്റേഷനുകളോ കാര്യങ്ങളോ പ്രകൃതിപരമായി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ ക്രമീകരിക്കണം. അതാകും. നിങ്ങളൊന്ന് അനുഗ്രഹിച്ചേ. അപ്പൊ ആ വല്ലാത്ത പഴുപ്പും വീർപ്പും ഒക്കെ അങ്ങ് പോകും, നീരുവെപ്പും ഒക്കെ അങ്ങ് പോകുന്നേ. നിങ്ങളെ തന്നെ ഒന്ന് അനുഗ്രഹിച്ച്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അങ്ങനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അത് ബോഡി ഷെയ്മിങ്, അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മളെ അനുഗ്രഹിച്ചാൽ നമ്മൾ അനുഗ്രഹം ആകുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അല്ലാതെ മെലിഞ്ഞിരിക്കുന്നവർ നല്ലത് മണ്ണുള്ളൊരു കുഴപ്പമാണെന്നല്ല പറഞ്ഞത്. നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരും. ആ നിലയിൽ നമ്മളെ ഭംഗിയുള്ളവരായി സൂക്ഷിക്കുവാൻ ദൈവത്തിന് നമ്മളെ ആഗ്രഹിക്കും. നിങ്ങൾ ശ്രമിച്ചാൽ അതങ്ങനെ ആകുകയും ചെയ്യും. നിങ്ങളെ തന്നെ ഒന്ന് അനുഗ്രഹിച്ച് കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മുടെ സമസ്ത മേഖലകളിൽ നമ്മെ അനുഗ്രഹിക്കുന്നവരായി തീരണം. നമ്മളെ അനുഗ്രഹിക്കാതെ നമുക്കെങ്ങനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റുന്നത്? നിന്നെ സ്നേഹിക്കാതെ നിനക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നത്? ഞാൻ എന്നെ സ്നേഹിക്കാതെ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? ആദ്യം സ്വയം വിശ്വസ്തരാകണം. നമുക്ക് നമ്മളെ തന്നെ സ്നേഹം ഉണ്ടാവണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും അനുസരിച്ച് ജീവിക്കും. എൻ്റെ ഇഷ്ടങ്ങളെ കുഴിച്ചു മൂടിയിട്ടല്ല മറ്റേത് മാറ്റി വെച്ച് സ്തോത്രം ഞാനങ്ങ് ത്യാഗപൂർണ്ണനായി ഭയങ്കര ഇത് കാണിച്ച് സ്തോത്രം ഭക്തിയുടെ വേഷം കെട്ടത്തില്ല. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ ക്രമീകരിക്കും. നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ സ്തോത്രം ഞാൻ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ശരീരത്തെ വൃത്തിയാക്കും. എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ നീഡ്സ് അനുസരിച്ച് എനിക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ, എൻ്റെ നല്ല ഡ്രസ്സുകൾ, ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. നല്ല വേഷവിധാനങ്ങൾ, നല്ല ഒരുങ്ങി നടക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. സ്നേഹിക്കാത്തവൻ ഒരുങ്ങാനും അല്ലെങ്കിൽ നല്ല മെച്ചമായതൊന്നും ഇടാൻ ഞാൻ കാടം കൂടം കളിച്ച് ഇങ്ങനെ അങ്ങ് നടക്കും. സ്വതം എന്നെ പണ്ടാരാന്ന് പറഞ്ഞാൽ കണ്ടൂര് കാള കളിച്ചങ്ങ് നടക്കും. കണ്ടു കഴിഞ്ഞാൽ കുളിയില്ല, നനയില്ല, വല്ലുതപ്പുമില്ല, ഇങ്ങനെ അങ്ങ് നടക്കും. അത് സ്വയം സ്നേഹിക്കുന്നില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ചുമ്മാ പറയുന്ന മറ്റുള്ളവരെ ഒന്നും ജീവിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല, കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മളെ സ്നേഹിച്ചാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം. അപ്പൊ തിരുവചനത്തിന്റെ ബേസിൽ പറയുന്നത് നിങ്ങളെ അനുഗ്രഹിക്കണം. അപ്പം ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പം നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമോ മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമോ? ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രഭാതത്തിലായതുകൊണ്ട് പരിമിതമായ സമയത്ത് നിർത്താം. അപ്പം നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറയാനാണ് ഇന്ന് പ്രഭാതത്തിലെ ഈ വാക്യം എടുത്തത്. നമ്മളെ തന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരുകയും ചെയ്യും. ദൈവം നമ്മളെ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നതാണ്. കാരണം ദൈവം ഇരിക്കുന്ന മന്ദിരം, ആ മന്ദിരത്തെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? അല്ലേ? ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ദൈവം ഇരിക്കുന്ന ഈ ശരീരത്തെ സംരക്ഷിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അവൻ എൻ്റെ ആലയത്തെ നന്നായി നോക്കുന്നുണ്ടല്ലോ. അതൊക്കെ പറയുമ്പോൾ വീണ്ടും പറഞ്ഞു പോകണം. ഒരു വാക്കൂടെ പറയാം. ഈ ദൈവത്തിന്റെ ആലയം അല്ലെങ്കിൽ ദൈവത്തിന് കൂടിയോരോ സ്ഥലങ്ങളൊക്കെ എവിടെയായിരുന്നാലും അതിൻ്റെ മുറ്റത്തെ കളയൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കണം. അതിൻ്റെ മാറാലിയെല്ലാം തൂത്തിടാൻ. പള്ളിയാണേലും കൊള്ളാം, ബന്ധുക്കോസ് പോലെ ആണേലും കൊള്ളാം, നിങ്ങളുടെ ഏത് ആലയാണേലും കൊള്ളാം, അത് എന്നാ ക്ഷേത്രങ്ങളാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇരിക്കുക, ദൈവത്തെ സേവിക്കാൻ കൂടുന്നതാണോ അവിടെ വൃത്തിയായി സൂക്ഷിച്ചോണം. അത് ബന്ധുക്കോസുകളാണേലും കൊള്ളാം, ഏത് പള്ളിയാണേലും കൊള്ളാം. സ്വതന്ത്രം അതിൻ്റെ പരിസരമൊക്കെ നല്ല കാടും ഒക്കെ പറിച്ച് വൃത്തിയാണ്. അവർ ചെയ്യട്ടെ, ഇവർ ചെയ്യട്ടെ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് തോന്നി നമ്മൾ ഇത് ചെയ്യണം. ഞാൻ പണ്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഉള്ള പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുറ്റത്ത് മുഴുവൻ ചെടികളും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചാണ്. എന്നതെല്ലാം പടർന്ന് പന്തലിച്ച് നല്ല വൃക്ഷമായി തണലായിട്ട് നിൽക്കുക. അവിടെ വരുന്നവരും പോകുന്നവരൊക്കെ പുതിയ ആൾക്കാർ, അവർക്കാർക്കും അറിയത്തില്ല. പക്ഷെ അത് ഞാനാണ് നട്ടുപിടിപ്പിച്ചത്. ഇപ്പം അതിന് ചിലപ്പോൾ ഒരുപാട് പേര് അവകാശികൾ പറയുന്നത് ഞങ്ങൾ വെച്ചാന്നൊക്കെ പറയാൻ കാണും. പക്ഷെ ഞാനന്ന് എൻ്റെ ആ യൗവന സമയത്ത് ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് ഇപ്പം അതെല്ലാം വളർന്നു വലുതായപ്പോൾ നിൽക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ആ ആലയത്തിന്റെ പരിസരങ്ങൾ വൃത്തിയാണ്. അതുപോലെ തന്നെ ആലയം പെയിന്റ് അടിക്കാൻ എങ്ങനെയെങ്കിലും നിങ്ങൾ അല്ലാത്ത കാര്യത്തിന് എല്ലാം മാസയോഗം നടത്തുന്നുണ്ട്, മറ്റേ അത് നടത്തുന്നുണ്ട്, ഇത് നടത്തുന്നുണ്ട്, എല്ലാം നടത്തുന്നുണ്ടല്ലോ. നിങ്ങൾ ആ ഒരു പ്രാവശ്യത്തിലും പൈസ എല്ലാവരുടെയും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പെയിന്റിന് മൊത്തം തൂക്കാനായിട്ട് തന്നെ ആകും. ചില ഒരു 10-15 രൂപ പെയിന്റ് മേടിച്ചു നിങ്ങളെല്ലാവരും കൂടി പെയിന്റ് അടിച്ചാൽ ഒന്നും ഒരു പൈസയും പുറത്തും പോകത്തില്ല. നല്ല വൃത്തിയായിട്ട് കിടക്കും. നല്ല പായൊക്കെ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി പുതിയത് മേടിച്ചിടണം. എല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. ആലയം വൃത്തിയായി സൂക്ഷിക്കണം. നമ്മുടെ ശരീരവും സൂക്ഷിക്കണം. ദൈവത്തിന്റെ ആലയമായ നമ്മുടെ ശരീരം സൂക്ഷിക്കണം. ഭൗതികമായി നമ്മൾ കൂടിയിരിക്കുന്ന ആലയം സൂക്ഷിക്കണം. നമ്മുടെ വീട് സൂക്ഷിക്കണം. വീടും ഒക്കെ ആലയം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വീട് നിങ്ങൾ സൂക്ഷിക്കും. വീടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കി ഇടണം. ചെത്തി വെടിപ്പാക്കി കാടൊക്കെ മാറ്റി തറയൊക്കെ തുടച്ച് എപ്പോഴും നല്ല നീറ്റായി വീട്ടിനകത്ത് വന്നാലും ഒരു അനുഗ്രഹമായ ആൾക്കാർക്ക് ഇരിക്കുവാൻ തോന്നിയിരിക്കണം. അവിടെ ഇവിടെയും വെളിച്ചവും പുളിച്ചവും മറ്റു മണങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു അലങ്കോലമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളെ കണ്ടാലും വൃത്തിയായിരിക്കണം. നമ്മുടെ വീടും വൃത്തിയായിരിക്കണം. നമ്മുടെ സ്തോത്രം, നമ്മുടെ ആലയവും വൃത്തിയായിരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. നമുക്ക് തന്നെ താൻ അനുഗ്രഹിക്കുവാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനിടയായി തീരും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം.
കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരികയാണ്. പിതാവേ, ഇന്ന് ഈ പ്രഭാതത്തിലെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്, കൃപയുടെ കരങ്ങളിൽ തരികയാണ്. ഞങ്ങളെ തന്നെ അനുഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങളൊരു അനുഗ്രഹമാണ്. കർത്താവിനാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. ഉള്ളംകരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. കൃപയുടെ കരങ്ങളെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഇന്ന് ഭാരത്തോടെ ഇരിക്കുന്നവരുടെ വിഷമങ്ങളെയും ഭാരങ്ങളെയും അവിടെ തുടച്ചു നിൽക്കണമേ. കർത്താവെ, പരസ്പരം സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്നവരെ കർത്താവെ, ക്രിസ്തുവിൻ്റെ ഊഷ്മള ബന്ധത്താൽ ആ കുടുംബങ്ങളിൽ ആ സ്നേഹം ഇറങ്ങി വരേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകളെ അനുഗ്രഹിക്കുന്നു, അവർ പഠനങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവധിക്കാലങ്ങളെ അനുഗ്രഹിക്കുന്നു, കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ജോലി സ്ഥലത്തായിരിക്കുന്ന ദൂരത്തായിരിക്കുന്നവർ യാത്രകളിലേക്ക് ഈ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭവനങ്ങളിലും വീടുകളിലും നാട്ടുകളിലേക്കും ഒക്കെ പോകുന്ന യാത്രക്കാരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ട്രാവലിങ്ങിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. കൃപയുടെ കരങ്ങളിൽ അവരെ സൂക്ഷിക്കണമേ. ക്ഷേമത്തോടെ വന്ന് പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങുവാൻ കൃപ കൊടുക്കണമേ. ഈ ക്രിസ്മസ് വീക്കുകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെ കരങ്ങളിലേക്ക് തിരികെയാണ്. ഈ പ്രഭാതം കർത്താവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹമായിട്ട് കണ്ണുനീരുകളെ ഞാൻ തുടച്ചു മാറ്റുന്നു, വേദനകളെ ഞാൻ ഒപ്പിയെടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗഡ് ബ്ലസ് യു. ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. വാട്സാപ്പ് നമ്പർ അടി കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ചെയ്യാം പ്രയർ റിക്വസ്റ്റുകളും സാക്ഷ്യങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വൺസ് അഗെയിൻ, ലവ് യു.